നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2025 ഒക്ടോബർ മാസം 21-ാം തീയതി ചൊവ്വാഴ്ച. അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത്. അടുത്ത 24 മണിക്കൂർ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ റിപ്പോർട്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അറബിക്കടലിലും അതോടൊപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിലും സ്ഥിതി മാറുകയാണ്. അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം 24 മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായിട്ട് മാറിയേക്കുമെന്നാണ് പ്രവചനം. ശനിയാഴ്ച വരെ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുള്ളതായിട്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ചൊവ്വാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. നാളെ ബുധനാഴ്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് സംസ്ഥാന ദുരന്തനിവാരണ സമിതി ഇപ്പോൾ നിർദ്ദേശിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സൗജന്യ ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്ന സ്കീമിലേക്കുള്ള അപേക്ഷകൾ വിളിച്ചിരിക്കുകയാണ് പട്ടികജാതി വികസന വകുപ്പ്. ഇതിലേക്ക് ഇപ്പോൾ ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. ഈ ഗ്രാൻഡ് പോർട്ടൽ മുഖേനയൊക്കെ സ്കോളർഷിപ്പ് ലഭിച്ചു വരുന്ന 5 ലക്ഷം രൂപയിൽ താഴെ കുടുംബവാർഷിക വരുമാനമുള്ള വിദ്യാർത്ഥികൾക്ക്, അതും പിന്നോക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർക്കാണ് ഈ ഒരു ലാപ്ടോപ്പ് പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷ വയ്ക്കാനായിട്ട് സാധിക്കുക. തിരഞ്ഞെടുക്കപ്പെടുന്ന കുറച്ച് കോഴ്സുകളുടെ ലിസ്റ്റുണ്ട്. അപ്പോൾ അവിടെ 1-ാം വർഷം അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കായിരിക്കും ആനുകൂല്യം ലഭിക്കുക. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം അറിയിപ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു. എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക. ലാപ്ടോപ്പ് ഒന്നിന് 30,000 രൂപ വരെയാണ് പരമാവധി ധനസഹായം അനുവദിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. നമ്മുടെ സംസ്ഥാനത്ത് BPL റേഷൻ കാർഡുകളിലേക്കുള്ള അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും APL റേഷൻ കാർഡിൽ, നീല, വെള്ള റേഷൻ കാർഡിലുള്ള അർഹതയുള്ളവർക്ക് BPL കാർഡുകൾ നൽകുന്നതിലേക്കുള്ള ഈ ഒരു അപേക്ഷാ സ്വീകരണം അത് 28-ാം തീയതി വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അക്ഷയ കേന്ദ്രങ്ങൾ, അതോടൊപ്പം തന്നെ സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റ് എന്നിവ വഴിയൊക്കെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം വെള്ള, നീല റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക്, അതായത് പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷയാണ് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. അർഹരായ മുൻഗണനേതര റേഷൻ കാർഡ് ഉടമകൾ ആവശ്യമായ രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ സിറ്റിസൺ പോർട്ടൽ മുഖേനയോ അപേക്ഷകൾ എത്രയും വേഗം സമർപ്പിക്കേണ്ടതാണ്. വീടിൻ്റെ തറ വിസ്തീർണം തെളിയിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം, സ്ഥലത്തിന് 2025 നികുതി രസീത്, അതോടൊപ്പം തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ BPL സാക്ഷ്യപത്രം, വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരാണെങ്കിൽ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ ഭവന നിർമ്മാണ പദ്ധതി വഴി വീട് ലഭിച്ചവർ, ജീർണാവസ്ഥയിലുള്ള വീടുള്ളവർ, വൈദ്യുതി, കുടിവെള്ളം, ശുചിമുറി എന്നിവയില്ലാത്തവർ അത് തെളിയിക്കുന്നതിനുള്ള സാക്ഷ്യപത്രം, അതുപോലെ തന്നെ പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർ ക്ഷേമനിധി അംഗത്തിൻ്റെ പാസ്ബുക്കിൻ്റെ പകർപ്പ്, അതോടൊപ്പം തന്നെ മാരക രോഗങ്ങളുള്ളവർ അത് തെളിയിക്കുന്ന ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഇത്രയും രേഖകൾ സമർപ്പിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഒക്ടോബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 1,600 രൂപയുടെ വിതരണം സംബന്ധിച്ച് ഈ ആഴ്ച സർക്കാരിൻ്റെ ഉത്തരവുകൾ പുറത്തിറങ്ങും. സാധാരണ രീതിയിലേതുപോലെ തന്നെ ഒരു ഗഡു പെൻഷനായിരിക്കും നമുക്ക് വിതരണം ചെയ്യുക. എന്നാൽ ഇത് കൂടാതെ തന്നെ ഒരു ഗഡു കൂടി, അതായത് നിലവിൽ കുടിശ്ശികയിൽ ഒരു ഗഡു ഇപ്പോൾ ശേഷിക്കുന്നുണ്ട്. അത് ഇലക്ഷന് മുൻപ് തന്നെ നൽകാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ നവംബർ മാസം 1-ാം തീയതിയോടെയൊക്കെയാണ് സർക്കാരിൻ്റെ കുറച്ച് നിർണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഒരുപക്ഷെ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപക്ഷെ ഇതിൻ്റെ അറിയിപ്പുകൾ കൂടി പുറത്തു വരാനായിട്ട് സാധ്യതയുണ്ട്. മാത്രമല്ല 16-ൽ പരം ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്ക്, അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീമിലൊക്കെ 1,600 രൂപ വീതം ലഭിക്കുന്നവർക്കെല്ലാം തന്നെ സർക്കാർ പ്രഖ്യാപിക്കുന്ന ഈ ആനുകൂല്യങ്ങൾ അത് അതേപടി ലഭിക്കുന്നതായിരിക്കും. നിലവിൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ മാത്രമാണ് ആനുകൂല്യങ്ങൾ ഇപ്പോൾ കുടിശ്ശികയുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളും ഒരുപക്ഷെ ഈ ഒരു പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയേക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും വാർഷിക മസ്റ്ററിങ്, അതുപോലെ ചിലർക്ക് മാത്രമായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനായിട്ടുള്ള അറിയിപ്പുകളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ വരുമാന സർട്ടിഫിക്കറ്റ് കൂടി നൽകേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയ 63 ലക്ഷത്തിന് അടുത്ത് വരുന്ന ഗുണഭോക്താക്കൾക്കായിരിക്കും ഈ ധനസഹായങ്ങളെല്ലാം തന്നെ ലഭിക്കുക. അതുമാത്രമല്ല, ഇലക്ഷൻ അടുത്ത് വരുന്നു. പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ തന്നെ 2,500 രൂപയോളം പെൻഷൻ നമുക്ക് ഉയർത്തേണ്ടതാണ്.
എന്നാൽ അത് പടിപടിയായിട്ട് ഉയർത്തുമെന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ആയിരുന്നു മുൻപുണ്ടായിരുന്നത്. എന്നാൽ തന്നെ ഇതുവരെ നടപ്പാക്കാനായിട്ട് സർക്കാരിനെ കൊണ്ട് സാധിച്ചിട്ടുമില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വിശദീകരണം, അല്ലെങ്കിൽ സർക്കാരിന് ഇനി എത്രത്തോളം തുക ഇപ്പോൾ ഉയർത്താനായിട്ട് സാധിക്കും എന്നൊക്കെയുള്ള ഒരു പ്രഖ്യാപനം, അതൊരു പക്ഷേ നവംബർ മാസം 1-ാം തീയതിയോടെയൊക്കെ പുറത്തു വന്നേക്കും. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് തിങ്കളാഴ്ച ഒക്ടോബർ 20-ാം തീയതി സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തി. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 11,980 രൂപയും പവന് 120 രൂപ കുറഞ്ഞ് 95,840 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.